ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇതാ ഇന്ന് എല്ലാവരും രാവിലെ മാഗി അല്ലേ വെച്ചുകുട്ടി കഴിക്കണേ. ഇന്നെന്താണ് രാവിലത്തെ നാഷ്ട? മാഗി. അപ്പോൾ പാത്തക്കുട്ടിക്ക് ഇതാ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവള് ബെഡിലിട്ടിട്ട് എന്തൊക്കെ കാട്ടുന്നു. മേശയിൽ വെച്ച് കൊടുക്കും. പിന്നെ മാഗി മേശയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ എത്ര വലിയ കയ്യിലെടുത്തിട്ട് നോക്കാം. അവള് കട്ടിയാട്ടാ മാഗി തിന്നാൻ പോകട്ടോ അവള്. അപ്പോൾ അവളിപ്പോൾ ഒറ്റക്കൊക്കെ ഇങ്ങനെ തിരിച്ചൊക്കെ തിന്നും. അവൾക്കിങ്ങനെ ഒറ്റക്ക് തിന്നതാട്ടാ ഇഷ്ടം. ഒരാൾ വാരി കൊടുക്കണമെന്നും ഇഷ്ടമില്ല. അപ്പോൾ അതവൾ വലിച്ചെറിയും. എന്നാ പാത്തക്കുട്ടി കഴിച്ചാ കഴിക്ക്. അപ്പോൾ മക്കളെ, എന്താണ് മുത്തമണി വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. 2 ദിവസമായി നമ്മളെ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ ഇതാ അടുക്കളയിൽ തിന്നിട്ട് അവ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതാ എനിക്കുള്ള മാഗി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. എനിക്കിഷ്ടമല്ല, എന്നാലും ടേസ്റ്റ് നോക്കാം. അപ്പോൾ ചോറ് ഇതാ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ചോറായിക്കണം കേട്ടോ. വെന്തിക്കണം. റേഷൻ അരി ആയതുകൊണ്ട് വേഗം ചോറ് വെന്തിട്ടുണ്ട്. വഴിക്കണം. ഇന്ന് ഇത്തിരി വെയിലടിക്കട്ടെ കേട്ടോ. ചോറായി. പിന്നെ ഇന്ന് കറി വെക്കണില്ല കേട്ടോ. ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ മീൻ കറി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മണിയിട്ട് നോക്ക്, വെള്ളത്തിൻ്റെ കോലം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറവ് പോലെ ഉണ്ടായി. പിന്നെ എന്താ മുത്തമണി വിശേഷം? സ്കൂളൊക്കെ തുറക്കാനായില്ലേ. അപ്പോൾ ഞാൻ അന്ന് കുട്ടികൾക്ക് കിട്ടിയതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാണിച്ച് തരാം. ഇതൊന്ന് കഴുകിയിട്ട് ഒഴിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണായതുകൊണ്ട് പിന്നെ ഒരു ദിവസം കഴുകുക. അപ്പോൾ തൽക്കാലം വെള്ളം ഇരിക്കട്ടെ വിചാരിച്ചു. ഈ കുക്കർ ഇങ്ങനെ കൗത്തി വെച്ചിട്ട് കേട്ടോ ചോറ് വടിക്കണത്. അല്ലെങ്കിൽ അത് ഇതുകൊണ്ട് മേത്തേക്ക് വഴുക്കി വീഴും. ഇനി ഇവിടെ വെച്ചിട്ട് ഊറ്റും കേട്ടോ. ചോറ് വാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാറ്റണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അന്ന് അവിടുന്ന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ചെറിയൊരു ടിഫിൻ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ് പെട്ടി. തുറന്ന് കാണിച്ചു കൊടുക്കും റീസു. ബാഗ് ഇതാട്ടോ. ഇത് റജിക്കുട്ടിൻ്റെ ബാഗ്. അത് എൻ്റെ ബാഗ്. രണ്ടാൾക്കും ഒരേ കളർ ഒരേ മോഡൽ ബാഗാണ്. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഫറൻഷി മോൾക്ക് മാത്രം മേടിച്ചായിട്ടോ. ഫാത്തിമാൻ്റെ ആണ് ഇപ്പോൾ അത് റജിബ എടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് സ്കെയില് കട്ടർ അങ്ങനെ ഒന്നുമില്ലേ. പിന്നെ ഇതിൽ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 3 എത്ര നോട്ട് ബുക്ക് 4 നോട്ട് ബുക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബാഗ് ഇത്ര കേട്ടോ അന്ന് കിട്ടിയത്. അതേപോലെ തന്നെ നമ്മുടെ റിജിക്കുട്ടിക്കൂട്ടോ ഒരു ബോക്സ് പെട്ടി, ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളി കുപ്പി കേട്ടോ ലച്ചുകുട്ടി. പിന്നെ ഇച്ചുകുട്ടിക്ക് പൂച്ചയുടെ കണ്ണൊക്കെ ഉള്ളൊരു ബോക്സ് പെട്ടി. റയീസ് കുട്ടിക്ക് ഒരു മരത്തിൻ്റെ ബോക്സ് പെട്ടി. എന്നാണ് ടിഫിൻ ബോക്സ്. റജിക്കുട്ടിൻ്റെ ടിഫിൻ ബോക്സ് മാറ്റുണ്ട് കേട്ടോ. ഇതാണ്ടോ നല്ല കുഞ്ഞി സ്നാക്സൊക്കെ ഇട്ടിട്ട് പോകാം കേട്ടോ അല്ലേ. പിന്നെ അവൾക്കുള്ള ബുക്ക് കേട്ടോ. ഇതന്നെ 4ാം ക്ലാസ്സുകാർക്ക് പറയുമ്പോൾ ഇങ്ങനെ കേട്ടോ അവർ തരുന്നത്. പിന്നെ വലിയ കുട്ടികൾക്ക് വലുതുപോലെ ബാഗൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവനിപ്പോൾ 4-ലല്ലേ റഹീസ് കുട്ടി. പിന്നെ ഫാത്തിമി 4 വണ്ടിട്ട് വീട് തന്നത് അവർ. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലച്ചുകുട്ടി ഏതിലും എഴുതിയിരിക്കണ കുട്ടി? ഇതിലോ പേരൊക്കെ എഴുതിയോ? ഏത് ബുക്ക് എഴുതിയാ? നീ ഏതിൽ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു? ഇതിലോ? കിട്ടിയതും റജിക്കുട്ടി എന്താ ചെയ്തിക്കണമെന്ന് അറിയോ? അതിൽ ആദ്യം 1, 2, 3 ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾ ഒറ്റയ്ക്ക് എഴുതിയതാട്ടോ. അപ്പോൾ ഇൻഷി മാർക്കിട്ട് കൊടുത്താണ് ഉണ്ടോ. അവൾ വീടൊക്കെ വരച്ചിക്കണ്. അതൊക്കെ അവൾ ചെയ്തതാട്ടോ. അവളെ ഒറ്റക്ക് ഇഷ്ടത്തിന് ചെയ്തതാട്ടോ അതൊക്കെ. വീടൊക്കെ വരച്ച് കളറും ഇതൊക്കെ കിട്ടിയപ്പോഴേ ഒറ്റക്ക് ചെയ്താട്ടോ അതൊക്കെ. കളർ കാണിച്ചു കൊടുത്തില്ലല്ലോ. അതാ കണ്ട കളറ് ചെറിയ സ്കെച്ച് പെൻസിലാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റജിക്കുട്ടി എഴുതിയതാണ് കേട്ടോ. കിട്ടുമ്പോൾ തന്നെ ഒരു ബുക്കിന് റഫ് നോട്ടാക്കിയേ. അത് ശരി. അപ്പം അതാണ് സംഭവം കണ്ടോ. പകുതി മുക്കാലം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു കളിക്കാനുള്ളൊരു ഇത് ഉണ്ട് കേട്ടോ. കണ്ടോ അങ്ങനെ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ഇങ്ങനെ കളിക്കുമല്ലോ ഒരു മണി ബോക്സ്.
അവൾക്കും അതുപോലെ ഒരു പെൻസില്, ഒരു കട്ടർ, ഒരു ഇത് സ്കെയില്, ഇത്രയും സാധനങ്ങൾ കേട്ടോ. ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്രയും സാധനങ്ങളാണ് എനിക്ക് സ്കൂളിൽ പോകാൻ കിട്ടിയത്. ലിച്ചുകുട്ടി അപ്പോൾ അവളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ചുമട്ടുണ്ടോ? തൊട്ടുമുത്ത് ചുമട്ടാൻ പാടില്ല. അഞ്ഞൻ തോന്നുന്ന പാത്രമല്ലേ. കണ്ണ്, മൂക്ക് അല്ലേ? കണ്ണ് മൂക്കൊക്കെ ഉണ്ട്. ചെറിയൊരു എടുപ്പം മാത്രം. ഹലോ ഗായ്സ്, ഇതാണ് ബാഗിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇന്നൊരു മഴ മൂടാപ്പും ഇത്തിരി വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിലടിക്കും. നേരത്തെ നല്ല മഴ മൂടാപ്പായിരുന്നു. അപ്പോൾ അത് വെയിലടിക്കുന്നുണ്ട്. ഇനി തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇന്ന് തിരുമ്പിയിട്ടില്ല, ഇനി തിരുമ്പണം. അപ്പോൾ ഇതാ വെയിലടിക്കുന്നുണ്ട്. വൈകുന്നേരം കേട്ടോ, വൈകുന്നേരം നമുക്ക് ഓട്ടാം. നമ്മുടെ ഓണറിൻ്റെ മകളുടെ വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പ്രിയാസ്ക വണ്ടീൻ്റെ അവിടെ പോയി കേട്ടോ. വണ്ടീൻ്റെ പകുതി പണി കഴിഞ്ഞു, ഇനി വന്നിട്ടില്ല. ഇനി വന്നിട്ട് വണ്ടിൻ്റെ പെയിൻറ്റിങ്ങാണ്. അത് കഴിഞ്ഞാൽ അപ്പോൾസറി പണിയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. വെള്ളിയാഴ്ചയായിട്ട് കിട്ടുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് അങ്ങനെ സ്കൂളൊക്കെ തുറക്കാനായി. നമ്മുടെ വീട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ കൂട്ടുകാരെ. ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ ഇത്രേ ഉള്ളൂ. നമ്മുടെ മീൻ കുറച്ചൊക്കെ പോയി കേട്ടോ. ഞാൻ 2 തന്നെ ഉള്ളൂ. അവർ 2 കൂടി വാങ്ങിയിടണം. അത് വെള്ളത്തിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് കൊണ്ടാണ് തോന്നുന്നു പോയിട്ട്. 2 ഓടിക്കളിക്കുന്നു. വെള്ളമൊക്കെ മാറ്റി കൊടുത്തതാണ്. എൻ്റെ മാഗി കേട്ടോ. ഞാനും നമ്മൾ അന്ന് അവിടെ പോയപ്പോൾ മേടിച്ച പ്ലേറ്റ് കേട്ടോ. അത് 60 രൂപ. 2 മേടിച്ചു കേട്ടോ. അങ്ങനത്തെ 3 മേടിച്ചു. 1 പൊട്ടിച്ചു ഈ കുട്ടികൾ. ഇത് 60 രൂപ. അപ്പം ഞാനും മാഗി കഴിക്കട്ടെ കേട്ടോ. ചോറായി, ഇനി മീൻ കറി ഉണ്ട്. അപ്പോൾ ഇനി ഒന്നും വെക്കണില്ല കേട്ടോ. എന്നൊക്കെ ഇങ്ങനെയാണ്. ഈ റൂം ഇങ്ങനെയാണ് കേട്ടോ. അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബെഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ഒരു ജനലുണ്ട് കേട്ടോ അവിടെ. ഇവിടുന്ന് പകലൊക്കെ തുറന്നിടും. അങ്ങനെ റിൻസിൻ്റെ വക ഒരു ഡ്രോയിങ് അല്ലേ. ഈ കുപ്പി നല്ല രസമുണ്ട് അല്ലേ. അതും നന്നായിട്ടുണ്ട്. ചൂടുള്ളത് ആക്കി കഴിഞ്ഞാൽ അത് ഇതായി പോകും കേട്ടോ. റൈസും ചൂടുവെള്ളം ആക്കരുത്. ചൂടുവെള്ളം ആക്കി കഴിഞ്ഞാൽ അന്ന് ഉരുകിയ പോലെ ഉരുകിപ്പോവും. ഇനി റിൻഷിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ അല്ലേ. ഏത് സ്കൂളിൽ അവളുടെ സ്കൂളിൽ നിന്ന് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം. എന്തായാലും നല്ല മാർക്കോടെ പാസ്സായി. ബിഗ് ബസാർ സ്കൂളിൽ തന്നെ കിട്ടിയ അല്ലേ. നമ്മളിപ്പോൾ ഇത്തിരി ദൂരമായിപ്പോയി, എന്നാലും കൂടി എന്താ പറയുക. അപ്പോൾ ഇന്ന് പോയിട്ട് അക്ഷയപ്പെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനി കിട്ടുമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ പുളിയമ്പറമ്പോ ബിഗ് ബസാറോ കിട്ടും. റേസ് വരച്ച ചിത്രം നോക്കട്ടെ. റേസ് നന്നായി വരച്ചിട്ടുണ്ടല്ലോ. കുട പിടിച്ചിട്ട് റേസ് നിൽക്കണം. റേസ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. വൈലാജിട്ടതോ നിനക്ക് ഇങ്ങനെ കാണാനുള്ളത്. ഈ അലമാറിനെ വരച്ച് വെച്ചിട്ടുള്ള അലമാറിനെ വരച്ച് കഴിവുകളൊക്കെ വരട്ടെ വെളിയിൽ. അലമാറ അടിപൊളി വരച്ചിട്ടുണ്ട്. ഐഫോൺ വരച്ചിട്ടുണ്ട്, അലമാറ വരച്ചിട്ടുണ്ട്. അപ്പം ശരി ഗൈസ്.